ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കിടിലൻ നാടൻ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ബീഫ് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുത്താലും മതി. 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേവിക്കാൻ വെള്ളമൊന്നും ചേർക്കണ്ട. ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആദ്യത്തെ 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ 4 5 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 15 ചുവന്നുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളിയുടെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത് അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലധികം വെള്ളമൊന്നുമില്ല വറ്റിക്കാനായിട്ട്. ഇപ്പോൾ ഈ ബീഫ് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയൊരു റോസ്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് റോസ്റ്റ് ഇതുപോലെ തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. ഈ ബീഫ് റോസ്റ്റ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റും. ഇതേ ബീഫ് റോസ്റ്റ് നമുക്ക് ബാലൻസ് വന്നാൽ ഇത് ബീഫ് ഫ്രൈ ആക്കി മാറ്റാം. ഇതൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ബ്ലാക്ക് കളറുള്ള ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.